സാമ്പാർ ഒഴിക്കാൻ ഒരു കുഴി അങ്ങോട്ട് കുത്തിക്കൂടെ? ഞാൻ കുത്തി തരണ. എടാ ചിറ്റപ്പാ, കുട്ടികൾക്ക് ഉളമ്പുമ്പോ നോക്കി ഉളമ്പടാ. അതെങ്ങനെയാ? രാജശേഖരൻ കുട്ടി വന്നാ പിന്നെ ദാഹം തീർത്ത് ചിറ്റപ്പനങ്ങ് വല്യപ്പനാകും. ഞാൻ നന്നായിട്ട് കഴിക്കും, ഇപ്പൊ കഴിച്ചിട്ടുണ്ട്. ഇനി കൂടി പോയാ ദേ ഇതുപോലെ ഒന്ന് വിയർക്കും. പക്ഷെ വേറെ ചില ആളുകൾ അങ്ങനെയല്ല. കുടിച്ച് ലക്കില്ലാണ്ട് ബാത്റൂമാണെന്ന് വിചാരിച്ച് അടുക്കളയിൽ പോയി മൂത്രമൊഴിക്കുക. ഞാൻ പ്രത്യേകിച്ച് ആരും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഒരു പൊതു സ്വഭാവം പറഞ്ഞതേ ഉള്ളൂ. താൻ ഈ പൊതു സ്വഭാവം നിർത്താമോ? ഇപ്പൊ നിങ്ങൾക്ക് ആളെ മനസ്സിലായില്ലോ. ഇയാളെന്നെ അതൊക്കെ പോട്ടെ, രണ്ടുപേരോടായിട്ട് തന്നെ ചോദിക്കുക, ഇങ്ങനെ പിറന്നാൾ സദ്യ കൊണ്ട് നടന്നാ മതിയോ? എന്നാ ഇനി ഒരു കല്യാണ സദ്യ ഉണ്ടാൻ പറ്റുക? സണ്ണി, അവനോട് ആ കാര്യം പറയുന്നതേ ദേഷ്യ. അതുകൊണ്ട് നീയെങ്കിലും സമയം കളയാണ്ട് പെണ്ണ് കെട്ടാൻ നോക്ക്. കൂടി പോയാൽ ഒരു പിറന്നാൾ സദ്യക്ക് കൂടിയേ ഞാൻ ഉണ്ടാവുള്ളൂ. അതിനു മുമ്പെങ്കിലും ആ ആഗ്രഹം ഒന്ന് സാധിപ്പിച്ചു തന്നാ നന്നായിരുന്നു. ഗുരുവായൂരപ്പാ. ഇപ്രാവശ്യത്തെ വരവിന് ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അമ്മയോട് എല്ലാം വിശദമായിട്ട് പറയാം. കാശും സൗകര്യവും ഒക്കെ അല്പം കുറഞ്ഞാലും തിരക്കില്ല. നല്ല അന്തസ്വാഭിജാത്തിയുള്ള കുടുംബത്തിൽ പറഞ്ഞോളായിരിക്കണം. അത്രേ ഉള്ളൂ. ഒരു കാര്യം സമ്മതിച്ചേ പറ്റൂ. അവസാനം ഓപ്പോൾ കല്യാണത്തിന് സമ്മതം മൂടിയത് ഈ സന്നിധം എടുക്കൊണ്ട് തന്നെയാ. പിന്നെ ഉന്തിന്റെ കൂടെ എന്റെ തള്ളും കൂടി ആയിപ്പോ. അമ്മ എന്നോട് ഇതെന്നോട് പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്ന് ചോദിച്ചതോടെ ഈ ചിറ്റപ്പം എന്നെ കമാന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. അതാണ് അതിന്റെ കുറ്റം. ഞാനൊരു അക്ഷരം പറയാതെ ഗൗരവമായിട്ട് അങ്ങനെ നിന്ന ഓപ്പോൾക്ക് അറിയാം സംഗതി കുഴപ്പാണെന്ന്. അതുകൊണ്ട് എന്നെ ഓപ്പോൾ പെട്ടെന്ന് സംഭവിച്ചത്. എന്റെ ചുമച്ചേ. എന്നാലും അവസാനം രാജേട്ടനൊരു നസ്രാണി പെണ്ണിനെ കിട്ടിയുള്ളൂ കെട്ടാൻ. ഇനി സണ്ണിച്ചായനും അവിടെ സുന്ദരിയായ വല്ല നേഴ്സിനെയും കണ്ടുവച്ചിട്ടുണ്ടോ ആവോ? ഉള്ളത് പറഞ്ഞാ എനിക്കിപ്പോ സണ്ണിമോന്റെ കാര്യത്തിലാ പേടി. രാജശേഖരൻകുട്ടിക്ക് എന്തോ ആവാം. അപ്പനപ്പന്മാരെ സമ്പാദിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ അച്ചായം മരിച്ചതി പിന്നെ ഇവനെ മാത്രം കണ്ടുകൊണ്ടാ ഞാനും ഈ പെമ്പിള്ളേരും ജീവിക്കുന്നത്. അതുകൊണ്ടൊന്നും അമ്മച്ചി പേടിക്കണ്ട. നല്ല ആലോചന വന്നെങ്കിലേ സണ്ണി കിട്ടും. ഞാൻ പിന്നെ കല്യാണമേ വേണ്ടാന്ന് പറഞ്ഞ് നടന്നെങ്കിലും സൂസന്നെ കണ്ടുമുട്ടിയപ്പോ എന്തോ ഒരു പ്രത്യേകത തോന്നി. അതുകൊണ്ട് കെട്ടുന്നു മാത്രം. സത്യം പറഞ്ഞ ഞാനും ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ പ്രേമിച്ചിരുന്നു. എന്താ അവളുടെ പേര്? എലിക്കുട്ടി. എലിക്കുട്ടി? എലിക്കുട്ടി അല്ലേ, എലിക്കുട്ടി. ഓ ശരി. ഞാൻ ദിവസവും ഒരു ചെക്കന്റെ കയ്യിൽ അവൾക്ക് എഴുത്തും കൊടുത്ത് വിടുമായിരുന്നു. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവസാനം അവൾ ആ ചെക്കന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. പിന്നെ ഞാൻ ഈ നാണം കെട്ട പ്രേമം എന്നുള്ള പണിക്ക് പോയിട്ടില്ല. അതൊക്കെ പോട്ടെ. ഈ വിവാഹ സമ്മതം ആഘോഷിക്കാൻ ചിറ്റപ്പന്റെ ചെലവിൽ നല്ല നാടൻ തെങ്ങുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. ചിറ്റപ്പന്റെ ചെലവിലല്ല, ചിറ്റപ്പന്റെ വകയായി രാജശേഖരൻകുട്ടിയുടെ ചെലവിൽ അതിന് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അത് പിന്നീട് വരും. അതുകൊണ്ട് താറാവ്, കോഴിയിറച്ചി, കാളയിറച്ചി മുതലായ കള്ളിന്റെ കൂട്ടുകാരെ പ്രത്യേകം ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അമ്മച്ചിയും പിള്ളേരും അവരെ വേഗം ഇങ്ങോട്ട് ആനയിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. നമസ്കാരം. എങ്ങനെയുണ്ട്? എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം. എനിക്ക് മൂത്തമ്മാമന് മാത്രമല്ല, ഈ കുടുംബത്തിൽ ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല നീ ചെയ്യാൻ പോണത്. നിന്റെ പ്രായക്കാരെ ഭാര്യയും കുട്ടികളെയും ജീവിക്കണെ കാണുമ്പോ ഈ അമ്മയുടെ മനസ്സ് നീറാറുണ്ട്. ഇപ്പോഴെങ്കിലും ഇങ്ങനൊരു തോന്നലുണ്ടായല്ലോ എന്നൊരൊറ്റ ആശ്വാസം എനിക്കുള്ളൂ. ഇതുകൊണ്ടുണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്തുകളൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും പ്രായവും നിനക്കുണ്ട്. നന്നായി വരട്ടെ. ഞങ്ങൾ എടുത്താലും നീ ഇത് നടത്തുമെന്നറിയാം. കൂന്നൂരിൽ വെച്ച് രജിസ്റ്റർ മാരേജ് ചെയ്യാനാണ് പ്ലാൻ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, പക്ഷെ ഞങ്ങളെ ആരെയും അങ്ങോട്ട് പ്രതീക്ഷിക്കണം. കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സൗകര്യം പോലെ ഇങ്ങോട്ടൊക്കെ വരിക. നീ കയറ്. സണ്ണി എല്ലാം പറഞ്ഞു കാണുമെന്നറിയാം. എങ്കിലും ഒന്നുകൂടി പറയാണ്, എന്റെ വീട്ടുകാരുടെ സമ്മതം ഞാൻ വാങ്ങിക്കഴിഞ്ഞു. സൂസന്നയുടെ അപ്പൻ പറഞ്ഞ എല്ലാ നിബന്ധനകൾക്കും ഞാൻ തയ്യാറുമാണ്. ഇനി സൂസന്നയുടെ തീരുമാനമാണ് എനിക്കറിയേണ്ടത്. ഇപ്പൊ തന്നെ പറയണമെന്നില്ല, സാവകാശം ആലോചിച്ച് പറഞ്ഞാൽ മതി. ഞാൻ കോട്ടേഴ്സ് വഴിയാ പോകുന്നത്. ഡ്രോപ്പ് ചെയ്യാം? വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. ഞാൻ ഡ്രോപ്പ് ചെയ്യാടോ. വന്നേ.
കല്യാണമൊക്കെ കഴിഞ്ഞ് തറവാട്ടിൽ ചെന്ന് ഒരാഴ്ച താമസിക്കുമ്പോ എല്ലാം ശരിയാവും. സൂസനെ ആർക്കാ ഇഷ്ടപ്പെടാതിരിക്കുക? രാജേട്ടൻ നോക്കിക്കോ, അവസാനം സൂസനെ ആയിരിക്കും അമ്മയുടെ പെറ്റ്. കണ്ടോളൻസ് മേജർ. സാധാരണ ചായ കുടിക്കണമെങ്കിൽ ചായപ്പൊടി വാങ്ങിക്കാൻ പതിവ്. ഇതിപ്പോ അതിനു പകരം ചായ കടയോടങ്ങ് വാങ്ങിക്കാൻ പോകണമെന്ന് പറഞ്ഞു. മനസ്സിലായില്ല. പോട്ടെ രാജേട്ടാ, വിവരക്കേട് കേസാ, വിട്ടേക്ക്. ഡോക്ടർക്ക് വിവരമുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി. അറിഞ്ഞുകൊണ്ട് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് മരുന്ന് ഗുരുവിന് എന്നെ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തു. മിടുക്കൻ. വാട്ട് യു മീൻ? ഒരുപാട് ബാരക്കുകൾ കറങ്ങിയടിച്ചു വന്ന പഴഞ്ചരക്കിനെ തന്നെ തലയിൽ വച്ചു കൊടുക്കാൻ ധൈര്യമുണ്ടായെന്ന് പറയായിരുന്നു. No! Get lost!